യുവ കർഷകനും കാർഷിക പരിശീലകനുമായ കൊല്ലം പാരിപ്പള്ളിയിലുള്ള ആഷിഖ് ദത്ത് CS-ഉമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം. ഇന്ന് നമ്മോടൊപ്പം പരിപാടിയിൽ ഒരു യുവ കർഷകനും അധ്യാപകനുമായ ആഷിഖ് ദത്ത് CS ചേരുന്നുണ്ട്. ആഷിഖ്, പരിപാടിയിലേക്ക് സ്വാഗതം. സ്വാഗതം. ആഷിഖ്, താങ്കൾ ഒരു യുവാവാണ്, കൃഷി ചെയ്യുന്നുണ്ട്, അധ്യാപനവും ഉണ്ട്. കൃഷി എന്ന് പറഞ്ഞാൽ പിള്ളേരെ കൃഷി പഠിപ്പിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്കും കൃഷിയിലൊരു പ്രചോദനമായിട്ട് താങ്കൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ കൃഷിയിലോട്ട് എങ്ങനെയാണ് വന്നത്? എത്ര നാളായി കൃഷിയോടടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടു? ഞാൻ എൻ്റെ പ്രൈമറി ക്ലാസ് മുതൽ തന്നെ കൃഷി മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ എൻ്റെ പ്രായം കൂടുന്നതനുസരിച്ച് എന്നാൽ കഴിയുന്ന രീതിയിൽ അവ ഡെവലപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ വീട്ടിലും നമ്മുടെ കാർഷിക സർവകലാശാല, കൃഷിഭവൻ ഇവിടെയൊക്കെ സഹായങ്ങൾ കിട്ടാറുണ്ട്. അപ്പം അതെല്ലാം നമ്മുടെ കൃഷി പരിപോഷിപ്പിക്കാൻ വളരെയധികം സഹായകമായി. ഇപ്പം കൊച്ചുനാൾ തൊട്ട് കൃഷിയിലോട്ട് താങ്കൾ വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പം കുട്ടി കർഷകന്റെ അവാർഡ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ഒന്ന് പറയാം, എപ്പോഴാണ് അത് 2019 നമ്മുടെ കല്ലുവാതുക്കൽ കൃഷിഭവന്റെ മികച്ച കുട്ടി കർഷകന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം വീട്ടിൽ കൃഷി ചെയ്യുന്ന എത്ര സ്ഥലമുണ്ട്? വീട്ടിൽ നിലവിൽ 30 സെന്റിലാണ് കൃഷി ചെയ്തു വരുന്നത്. അപ്പം എന്തൊക്കെയുണ്ട് ഈ കൃഷിയിൽ? പ്രധാനമായിട്ടും പച്ചക്കറി കൃഷി, വാഴക്കൃഷി, കിഴങ്ങ് വിളകളുടെ കൃഷി, അതുപോലെ മത്സ്യകൃഷി, തേനീച്ച കൃഷി, കോഴി, താറാവ്, ടർക്കി മുതലായവയുടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയിൽ നമ്മൾ ഇൻക്യുബേറ്ററിൽ കോഴി, താറാവയൊക്കെ വിരിയിപ്പിച്ച് വിൽപ്പനയുണ്ട്. അതുപോലെ മഴമറയിൽ പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് അഗ്രോ നഴ്സറികൾക്കും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കീമുകൾക്കുമൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പം ആഷിഖ് ഒരു 30 സെൻറ്റ് ഒരു ചെറിയ സ്ഥലത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലേ? അപ്പം ഇങ്ങനൊരു കൃഷി നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, ഒരു ഇൻറ്റിഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റംന് നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. അപ്പോൾ ഒരു പ്ലാനിങ് വെച്ചാണോ താങ്കൾ ചെയ്യുന്നത്? അതെ സർ, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമ്മുടെ ആകെയുള്ള പുരയിടം നമ്മൾ കൃത്യമായി ഡിവൈഡ് ചെയ്ത് ഓരോ സ്ഥലത്തെയും മണ്ണിൻ്റെ ഘടനയും മറ്റ് സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആണ് കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ ഈ പച്ചക്കറിക്ക് വേണ്ടി ഏത് സ്ഥലമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? പച്ചക്കറിക്ക് നല്ല വെയിലും അതുപോലെ നീർവാഴ്ചയുള്ളതും അതുപോലെ തന്നെ നല്ല വളക്കൂറുള്ള മണ്ണുള്ള സ്ഥലമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പച്ചക്കറി കൃഷിയൊക്കെ ജൈവ കൃഷിയാണോ അതോ നമ്മുടെ രാസവളമൊക്കെ ഉപയോഗിക്കാറുണ്ടോ? പൂർണ്ണമായും ജൈവ രീതിയിൽ തന്നെയാണ് കൃഷികൾ ചെയ്തു വരുന്നത്. ജൈവ കീടനാശിനികളും വളങ്ങളും മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ പച്ചക്കറിയിൽ നമ്മൾ നില ഒരുക്കുമ്പം ജൈവവളമൊക്കെ ഇട്ടല്ലേ നമ്മളത് തയ്യാറാക്കും. അത് താങ്കളുടെ രീതി എന്തുവാണ്? നമ്മൾ ആദ്യം മണ്ണൊരുക്കുക. മണ്ണ് നന്നായി കിളച്ച് അതിലേക്ക് ഉണക്കച്ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, ഡോളോമൈറ്റ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരാഴ്ച വെള്ളം തളിച്ചിടും. ഈ ഡോളോമൈറ്റും മറ്റും മണ്ണുമായിട്ട് നന്നായിട്ട് ചേരുന്നതിനും അതുപോലെ ഡോളോമൈറ്റ്, കുമ്മായം പോലെയുള്ളവ നമ്മൾ മണ്ണിലേക്ക് ചേർത്താൽ 7 മുതൽ 12 ദിവസം വരെ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമേ നടാവൂ. അത് നമ്മൾ ഡോളോമൈറ്റും കുമ്മായവും ഇട്ട ശേഷം ഉടൻ തന്നെ നമ്മളത് നടാൻ പാടില്ല. പച്ചക്കറിയൊക്കെ ബെഡ്സ് ഉണ്ടാക്കിയാണോ ചെയ്യുന്നത് അതോ? കൂടുതലായിട്ടും ഗ്രോ ബാഗുകളിലും ചട്ടികളിലും ആണ് ചെയ്യുന്നത്. നമ്മൾ വെണ്ട, വഴുതന, പയർ മുതലായ വിളകൾ തറയിലാണ് ചെയ്യുന്നത്. അപ്പോൾ വളമായിട്ട് എന്തുവാണ്? ചാണകമാണോ യൂസ് ചെയ്യുന്നത്? വളമായിട്ട് പ്രധാനമായിട്ടും നമ്മൾ വെർമി കമ്പോസ്റ്റിനൊരു യൂണിറ്റ് വീട്ടിൽ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന അവശിഷ്ടങ്ങൾ, അതുപോലെ പൗൾട്രിയിൽ നിന്ന് ലഭിക്കുന്ന അവശിഷ്ടങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ച് നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ഈ മണ്ണിര കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി ഈ വളങ്ങൾ മാത്രമേ നമ്മൾ വീട്ടിലെ കൃഷിക്കായിട്ട് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഏത് തരം വിത്തുകളാണ് താങ്കൾ ഉപയോഗിക്കുന്നത്? ഹൈബ്രിഡ് സീഡ്സ് ഒക്കെയാണോ അതോ നാടൻ സീഡ്സ് അല്ലെങ്കിൽ നാടൻ വിത്ത് മാത്രമാണോ ഉപയോഗിക്കുന്നത്? വിത്തുകൾ പ്രധാനമായിട്ടും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള, ഉദാഹരണമായിട്ട് കേരള കാർഷിക സർവകലാശാലയുടേത്, ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ, ഇത്തരത്തിലുള്ള അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിത്തുകളാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചു വരുന്നത്. അപ്പോൾ ഇത് തൈയൊക്കെ സ്വന്തം ഉണ്ടാക്കി നമ്മൾ നടുന്നുണ്ടല്ലേ? അതെ സർ. ഈ സമയത്ത് എന്തൊക്കെ പച്ചക്കറികളാണ് ഉള്ളത്? ഇപ്പം നിലവിൽ ക്യാബേജ്, കോളിഫ്ലവർ, ചീര, വെണ്ട, വഴുതന, പച്ചമുളക്, തക്കാളി, പയർ മുതലായവയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഇപ്പോൾ ഈ ക്യാബേജും കോളിഫ്ലവറും ഇതിനൊക്കെയും ചാണകവും മറ്റേ ഈ പറഞ്ഞ വളങ്ങളൊക്കെ മതിയല്ലേ? നല്ലപോലെ വരുന്നുണ്ടോ? ഇവയ്ക്ക് പുറമെ നമ്മൾ ധാരാളം ജൈവ കീടനാശിനികളും
കൊടുക്കാറുണ്ട്. അത് കീടങ്ങൾക്ക് വേണ്ടി. ഞാൻ ചോദിക്കുന്ന വളം ഇത് മാത്രം മതി, ഈ പറഞ്ഞ വളങ്ങളൊക്കെ മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അതെ സർ, തീർച്ചയായും നമ്മൾ വളങ്ങളും കൃത്യമായി കൊടുത്ത് കൃത്യമായ നനയും അതുപോലെ മണ്ണിളക്കിയും കൊടുത്താൽ നമുക്ക് നല്ല വിളവ് ഈ ഒരു വളപ്രയോഗങ്ങളിലൂടെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ താങ്കൾ സൂചിപ്പിച്ച ജൈവ കീടനാശിനികളെ കുറിച്ചല്ലേ? പച്ചക്കറികൾ നടുമ്പം തന്നെ കീടങ്ങളാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും നമ്മൾ രോഗം വന്നതിന് ശേഷമല്ല കീടനാശിനി അടിക്കുന്നത്. കൃത്യമായൊരു ഇടവേളയിൽ ഒരു കലണ്ടർ തയ്യാറാക്കിയാണ് കീടനാശിനികൾ അടിക്കാറുള്ളത്. വിശദീകരിക്കാമോ? പ്രധാനമായിട്ടും നമ്മൾ പോഷകങ്ങൾ, മൈക്രോ ന്യൂട്രിയൻസും കീടനാശിനിയും രണ്ടും നിശ്ചിത ഇടവേളകളിൽ നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്യാറുണ്ട്. ഈ കീടനാശിനികളെല്ലാം തന്നെ നമ്മൾ സ്പ്രേ ചെയ്യാറുള്ളത് രാവിലെ 9 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ 4 മണിക്ക് ശേഷവുമാണ്. വെയിൽ വന്നതിന് ശേഷം നമ്മൾ ഒരു കീടനാശിനിയും തളിക്കാറില്ല. പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ, പുകയില കഷായം, അതുപോലെ തന്നെ മത്തി ശർക്കര മിശ്രിതം, അതായത് ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ്, അതുപോലെ മൈക്രോ ന്യൂട്രിയൻ്റ് ആയിട്ട് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ KAU സമ്പൂർണ്ണ മൾട്ടി മിക്സ്, ഇവയൊക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പുഴുക്കളെ തടയാനായിട്ട് ബിവേറിയ ബാസിയാന ഉപയോഗിക്കുന്നു. ഇലപ്പുള്ളി രോഗം തടയുന്നതിനായിട്ട് സ്യൂഡോമോണോസ്, ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലുള്ള കൃഷിയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ആഷിഖ്, താങ്കൾ പറഞ്ഞു ഇതൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കി തന്നെയാണ് ഇതൊക്കെ റെഗുലറായിട്ട് ഉപയോഗിച്ചു വരുന്നത്. ഇപ്പോൾ ഒരു പച്ചക്കറി നമ്മൾ നടുവാണ്, തൈ നടുവാണ്. അപ്പോൾ എപ്പം തൊട്ടാണ് ഇത് തളിക്കാൻ തുടങ്ങുന്ന ഈ ജൈവ കീടനാശിനികൾ? എഗ് അമിനോ, ഫിഷ് അമിനോ, അതൊരു ന്യൂട്രിയൻറ്റും ആണല്ലോ. പിന്നെ നമ്മുടെ സൂചിപ്പിച്ച മാതിരി തന്നെ മൈക്രോ ന്യൂട്രിയൻ, സമ്പൂർണ്ണ, ഇതൊക്കെ എങ്ങനെ, ഏത് ഷെഡ്യൂളിലാണ് താങ്കൾ ഇത് ചെയ്യുന്നത്? ഇപ്പോൾ വിത്ത് നട്ട് 30 ദിവസം കഴിഞ്ഞിട്ടുള്ള പച്ചക്കറികളാണ് വഴുതന, വെണ്ട, മുളക് മുതലായ പച്ചക്കറികൾ. വിത്ത് നട്ട് 30 ദിവസത്തിന് ശേഷമാണ് നമ്മൾ പറിച്ച് നടാറുള്ളത്. അപ്പോൾ നമുക്ക് സമ്പൂർണ്ണ മൾട്ടി മിക്സർ സ്പ്രേ ചെയ്യാം. 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്താണ് സ്പ്രേ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് തൈകൾ നല്ല രീതിയിൽ വളർന്നു വരുന്നതിന് 19-നും അതുപോലെ കാൽസ്യത്തിൻ്റെ അഭാവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കാൽസ്യവും സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. അവയും 2 ഇല പരുവാകുമ്പോൾ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തും 30 ദിവസത്തിന് ശേഷം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തും ചെടികളിൽ സ്പ്രേ ചെയ്യാവുന്നത്. 1-2 പ്രാവശ്യം ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ വളങ്ങൾ, നമ്മുടെ ന്യൂട്രിയൻ മിക്സ് 1-2 പ്രാവശ്യമായിട്ട് ഒരു നിശ്ചിത ഇടവേളയിൽ, ഒരു 5 ദിവസ ഇടവേളയിൽ ഏതെങ്കിലും ഒരു സ്പ്രേകൾ നൽകാറുണ്ട്. പിന്നെ ഈ വേപ്പധിഷ്ഠിത കീടനാശിനി അല്ലെങ്കിൽ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം, ഇതും കീടങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ സ്പ്രേ ചെയ്ത് തുടങ്ങുമല്ലോ അല്ലേ? തീർച്ചയായും. നമ്മൾ കീടങ്ങൾ വന്നു കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ, നമ്മൾ ജൈവ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ കീടങ്ങൾ വന്നിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ അതിൽ നിന്ന് റിക്കവറായി വരുമ്പോൾ നമ്മുടെ പ്ലാന്റിനെ ആ ഒരു കീടത്തിൻ്റെ എഫക്റ്റ് ബാധിക്കും. അപ്പം നമ്മുടെ ഈൽഡ് കുറയുന്നതിന് അത് കാരണമാവും. അപ്പോൾ രോഗം വരുന്നതിന് മുമ്പ് തന്നെ ചികിത്സിക്കുന്നതാണ് ഏറെ നല്ലത്. അപ്പോൾ ഇതൊക്കെ ഒരു ഷെഡ്യൂൾ മാതിരി നമ്മളങ്ങ് സ്പ്രേ ചെയ്ത് പോയാൽ 1 ദിവസം 2 ദിവസം ഇടവിട്ടങ്ങ് നമ്മൾ കീടനാശിനിയും പിന്നെ ന്യൂട്രിയൻ മിക്സും ഇതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് പോയാൽ ഇങ്ങനത്തെ കീടങ്ങളും രോഗങ്ങളും വരാനുള്ള സാധ്യത ഒത്തിരി കുറവാണല്ലേ? തീർച്ചയായും. അതുകൂടാതെ നമ്മൾ ജൈവകെണികളും വെക്കാറുണ്ട്. ഇപ്പോൾ ഫ്രൂട്ട്സ് ട്രാപ്പുകളും അതുപോലെ മഞ്ഞക്കിണികൾ മുതലായവയും വെച്ച് വരുന്നു. സൂഡോമോണാസ് അല്ലെങ്കിൽ ബവേറിയ, ഇതൊക്കെ അങ്ങനെ സ്പ്രേ ചെയ്യും. ഇതും ഇതേമാതിരി ഒരു നിശ്ചിത ഇന്റർവെൽസിൽ സ്പ്രേ ചെയ്യും. അതെ, നമ്മളൊരു 5 ദിവസ ഗ്യാപ്പിൽ സ്യൂഡോമോണോസ്, ഇലപ്പുള്ളി രോഗം വരാതിരിക്കാനായിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യാറുള്ളത്. അത് പ്രധാനമായിട്ടും ചീര, പയർ, പച്ചമുളക്, ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും ഇലപ്പുള്ളി രോഗം വരാറുള്ളത്. അപ്പോൾ ഇത്തരം വിളകളിൽ നമ്മൾ ഒരു നിശ്ചിത ഗ്യാപ്പിൽ ഒരു കലണ്ടർ ഉണ്ടാക്കി ഇവ സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതേമാതിരി ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ കീടങ്ങളും രോഗങ്ങളും മാറി നിൽക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. നമ്മളതിൽ കൃത്യമായിട്ട് ശ്രദ്ധ ചെലുത്തിയാൽ, താല്പര്യത്തോടുകൂടി നമ്മൾ കൃത്യമായി പ്രവർത്തിച്ചാൽ നമുക്ക് കീടങ്ങളെല്ലാം മാറ്റി നിർത്താം. പക്ഷേ എല്ലാ ദിവസവും പച്ചക്കറിയുടെ അടുത്ത് നമുക്ക് പോകേണ്ടതിരിക്കുന്നു. തീർച്ചയായും. പണ്ട് കാലത്തെ കർഷകർ ശാസ്ത്രീയമായ കൃഷിരീതികളൊന്നും തന്നെ പഠിക്കാതെ തന്നെ മികച്ച രീതിയിലുള്ള വിളവ് അവർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അത് കൃത്യമായി വിളയെ അവർ പരിചരിക്കുകയും വിളയുടെ അടുത്ത് പോവുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അത് തന്നെ. പിന്നെ താങ്കൾ പറഞ്ഞ കോഴിയുണ്ട്, താറാവുണ്ട്. അപ്പം ഇതൊക്കെ ഈ പച്ചക്കറിയൊക്കെ കൊത്തി നാശപ്പെടുത്തത്തില്ലേ? ഇതൊക്കെ മാറ്റിയാണോ അതോ കേജിൻ്റെ അകത്ത് വെച്ചാണോ വളർത്തുന്നത്? നമ്മൾ കോഴി, താറാവൊക്കെ കേജിനകത്താണ്. എന്നാലും നമ്മൾ പുറത്ത് ഇറങ്ങി നിൽക്കാൻ വേണ്ടി, പകല് നിൽക്കാനായിട്ട് വയല കെട്ടി തിരിച്ചിട്ടുണ്ട്.
ഈ താറാവൊക്കെ എന്തോ ഖാക്കി ക്യാമ്പലൊക്കെ ഏത് ഇനങ്ങളൊക്കെ? നമ്മുടെ കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഡോക്ടർ പാർവതി മാഡത്തിൻ്റെ മുൻനിര പ്രദർശനത്തോട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ താറാവുകളെ ലഭിച്ചത്. കുട്ടനാടൻ താറാവുകളായ ചാര, ചെമ്പല്ലി, അതുപോലെ ഇറച്ചി ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന വിഗോവ താറാവുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മുട്ട എടുത്തിട്ട് താങ്കൾ ഇൻക്യുബേറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളുണ്ടാക്കി വിൽക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? അതെ സർ. ആവശ്യക്കാരുണ്ട് ഇഷ്ടംമാതിരി? തീർച്ചയായും വളരെയധികം ആവശ്യക്കാർ ഉണ്ട്. നമുക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇൻക്യുബേറ്ററൊക്കെ ഇങ്ങനെ നമുക്ക് വാങ്ങിക്കാം, ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി വിൽക്കാം. ഈ ട്രെയിനിങ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ മൃഗസംരക്ഷണ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ പാർവതി മാഡത്തിൻ്റെ പരിശീലനത്തിൽ നിന്നാണ് ഈ ഒരു ആശയം ഉദിച്ചത്. അപ്പോൾ കൃത്യമായി നമ്മുടെ ബ്രൂഡിംഗ് കേജ് റെഡിയാക്കുന്നതും അവയ്ക്ക് വേണ്ട വാക്സിനുകൾ കൊടുക്കുന്നതും മറ്റ് മരുന്നുകളും പരിചരണങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് പാർവതി മാഡം അതിനുവേണ്ട ഗൈഡൻസ് നൽകുകയുണ്ടായി. അപ്പോൾ ആഷിക്ക് ഈ കൃഷി വിജ്ഞാന കേന്ദ്രത്തോട് ഒത്തിരി ചേർന്നാണ് നിൽക്കുന്നത് അല്ലേ? അവരുടെ ഈ ഫീൽഡ് ലെവൽ ട്രയൽസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലേ? അതെ സാർ. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ വിഗോവ താറാവുകളുടെ ട്രയൽ, അതുപോലെ കുട്ടനാടൻ താറാവ്, BV 380 കോഴി, അതുപോലെ സുസ്ഥിര തീറ്റപ്പുല്ല്, അതുപോലെ തന്നെ അസോള കൃഷി, ദീപിക യാർഡ്ലോങ് എന്ന് പറഞ്ഞ പയറിൻ്റെ മുൻനിര പ്രദർശനത്തോട്ടം, ഇങ്ങനെ നിരവധിയായ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ട്രയലുകൾ ചെയ്തു വരുന്നുണ്ട്. കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രവും കല്ലുവാതുക്കൽ കൃഷിഭവനും വളരെ സഹായങ്ങൾ നൽകുന്നുണ്ട്. ഈ അസോളയൊക്കെ ചെയ്യുമ്പം അത് എന്തിനാണ് പിന്നെ അത് യൂസ് ചെയ്യുന്നത്? നമുക്ക് കോഴികൾക്ക് ആഹാരമായിട്ട് കൊടുക്കാറുണ്ട്. അസോള നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കോഴി, താറാവ് എന്നിവയ്ക്കും അതുപോലെ മത്സ്യങ്ങൾക്കുമായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അസോള നമ്മൾ പച്ചക്കറികളിൽ ഇടുന്നതും നല്ലൊരു ജൈവവളമാണ്. അങ്ങനെ ഇടുവോ അതോ? അതെ, നമ്മൾ അത് സാധാരണ രീതിയിൽ വാരി ചെടികളുടെ ചുവട്ടിലിടുന്നതും ചെടികൾക്കും വളരെ നല്ലതാണ്. ഒരു ചെറിയൊരു കുളവുണ്ട്. അപ്പോൾ അതിൽ മത്സ്യങ്ങൾ ഏതൊക്കെയാണുള്ളത്? നമ്മൾ അതിലിപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്നത് ഹൈബ്രിഡ് വരാലാണ്. ഒരു 200 വരാലുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടാവശ്യത്തിനും അതുപോലെ സമീപ പ്രദേശത്ത് ഉള്ള ആളുകൾക്ക് വിപണി ആണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. തേനീച്ചക്കൂടുണ്ട്. എത്ര തേനീച്ചക്കൂടാണ് വെച്ചത്? തേനീച്ചക്കൂട് 6 എണ്ണമാണ് നിലവിലുള്ളത്. ഇന്ത്യൻ തേനീച്ചകളായ വലിയ തേനീച്ചകളാണ് ഉള്ളത്. തേനീച്ചയൊക്കെ വളർത്തണമെങ്കിൽ എന്തായാലും ഒരു നല്ല പരിശീലനം വേണം. അപ്പോൾ ഇതൊക്കെ ഈ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലേ? തീർച്ചയായും. നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും എക്സ്പെർട്ട് സയൻറ്റിസ്റ്റുമാരുമായിട്ട് പ്രത്യേക പരിശീലനങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പം ആഷിക്ക് പരിശീലനം നേടുന്നുകൊണ്ട് പരിശീലനം കൊടുക്കുന്നുണ്ടല്ലേ? അപ്പോൾ അഗ്രികൾച്ചറിലോട്ട് വന്നത് ഇതിന് സ്പെഷ്യലായിട്ട് വല്ലതും സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? കേരള കാർഷിക സർവകലാശാലയുടെയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെയും നിരവധിയായ സർട്ടിഫിക്കറ്റ് ട്രെയിനിങ് കോഴ്സുകൾ പഠിച്ചിട്ടുണ്ട്. കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, കൂൺ കൃഷി, പച്ചക്കറി കൃഷി, ജൈവ കൃഷി, അതുപോലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ടെക്നിക്സ്, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, സീഡ്ലിംഗ് പ്രൊഡക്ഷൻ, അങ്ങനെ എല്ലാത്തരം കൃഷികളിലും പരിശീലനങ്ങൾ കിട്ടുന്ന പരിശീലനം എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നല്ലൊരു അനുഭവം കിട്ടുന്നുണ്ടല്ലേ? തീർച്ചയായും. നമ്മൾ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയാണ്. നമ്മുടെ മനസ്സിന് ഒരു പോസിറ്റീവ് എനർജിയും സന്തോഷവും നമ്മുടെ സ്ട്രെസ് റിലീസ് ചെയ്യാനും വളരെ സഹായിക്കുന്ന ഒന്നാണ്. ആഷിക്ക് പറഞ്ഞൊരു ചെറിയൊരു റെയിൻ ഷെൽട്ടറും കൂടെ ഉണ്ടെന്നല്ലേ? അതെങ്ങനെയാണ്? എത്ര വലുതാണ്? എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഈ തൈയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്? കൃഷി വകുപ്പിൻ്റെ VDP സ്കീമിൻ്റെ ഭാഗമായിട്ട് ചെയ്ത റെയിൻ ഷെൽട്ടറാണ്. അപ്പോൾ അത് കൃഷിഭവനിൽ നിന്ന് നമുക്ക് സബ്സിഡി ലഭിക്കുകയുണ്ടായി. എൻ്റെ വീടിൻ്റെ 2ാമത്തെ നിലയുടെ മുകളിലാണ് ഈ റെയിൻ ഷെൽട്ടർ ചെയ്തിരിക്കുന്നത്. അതെ അതെ. നമ്മൾ പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച വിൽപ്പനയാണ് പ്രധാനമായിട്ടും. അതിനായിട്ടാണ് റെയിൻ ഷെൽട്ടർ ഉപയോഗിക്കുന്നത്. ആഷിക്കൊരു അധ്യാപകനോടാണ് ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പിള്ളേർക്കും ഈ അറിവൊക്കെ പകർന്നു കൊടുക്കാറുണ്ടോ? തീർച്ചയായും. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ എല്ലാത്തരം കൃഷിയുടെയും ഒരു മോഡൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് സ്കൂളിലാണ് താങ്കൾ വർക്ക് ചെയ്യുന്നത്? പള്ളിമൺ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലാണ്. അവിടുത്തെ അഗ്രികൾച്ചർ ഇൻസ്ട്രക്ടറായിട്ട് പ്രവർത്തിച്ചു വരുന്നു. സ്കൂളിൽ വളരെ വിശാലമായൊരു ക്യാമ്പസാണ്. ആ വിശാലമായ ക്യാമ്പസിൽ നമ്മൾ സമ്മിശ്ര കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. കോഴിയും താറാവും പശുവും ആടും പന്നിയും അതുപോലെ അവിടെ ഇല്ലാത്ത കൃഷികളൊന്നും തന്നെ ഇല്ല. ഇതൊക്കെ ആരാണ് നോക്കുന്നത്, പരിപാലിക്കുന്ന ആരാണ്? നമുക്ക് അതിനായിട്ട് സ്കൂളിൽ 4 സ്ഥിരം ലേബറിനെ ഉണ്ട്. പുതിയ തലമുറ കൃഷിയെ അറിയണം, മണ്ണിനെ അറിയണമെന്ന താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ റെയിൻ ഷെൽട്ടറുണ്ട്, തിരിനന, വിക്ക് ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ, ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്,
ഡ്രാഗൺ ഫ്രൂട്ട് കൾട്ടിവേഷൻ, ഇഞ്ചി, മഞ്ഞൾ, അതുപോലെ വാഴക്കൃഷി, തേനീച്ച കൃഷി, അത്തരത്തിൽ എല്ലാത്തരം കൃഷികളുമുണ്ട്. വിശാലമായ 3 കുളങ്ങളിൽ കരിമീൻ, അതുപോലെ തിലോപ്പിയ മുതലായ മീനുകളെയും വളർത്തി വരുന്നുണ്ട്. അപ്പം പിള്ളേർക്ക് ഇതെല്ലാം കണ്ട് എങ്ങനെയാ ഇത് ചെയ്യുന്നതെന്ന് അറിയാനുള്ള നല്ലൊരു സാഹചര്യം അവിടെ ഉണ്ടല്ലേ? തീർച്ചയായും സാർ, കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഇത് അനുകരിച്ചുകൊണ്ട് കുട്ടികൾ അവരുടെ വീടുകളിലും മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്നു എന്ന് കാണുന്നത് വളരെയേറെ സന്തോഷമുള്ളതാണ്. ആഷിക്ക് പരിശീലനവും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെയൊക്കെയാണ് ഈ പരിശീലന പരിപാടി ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഞാൻ 5 വർഷമായിട്ട് കൃഷിഭവനുകളിൽ കൃഷിയുടെ വിവിധങ്ങളായ വിഷയങ്ങളിൽ പരിശീലനം നൽകാറുണ്ട്. അതുപോലെ 3 വർഷമായിട്ട് കേരള കാർഷിക സർവകലാശാലയുടെ കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഓൺ ജോബ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി എത്തുന്ന VHSE കുട്ടികൾക്കായിട്ട് ടെക്നിക്കൽ അസിസ്റ്റൻ്റായിട്ട് തിയറിയും പ്രാക്ടിക്കൽ ക്ലാസ്സുകളും എടുത്തു വരുന്നു. അപ്പോൾ ആഷിഖ്, താങ്കൾ ഒരു നല്ല കർഷകനാണ്. കൃഷിയെക്കുറിച്ചുള്ള എല്ലാ അറിവും എവിടെ നിന്നൊക്കെ കിട്ടുന്ന അതൊക്കെ ശേഖരിക്കുന്നുണ്ട്. അതേമാതിരി ഈ അറിവ് പകർന്നു കൊടുക്കുന്നതുകൊണ്ട് എല്ലാവിധ ആശംസകളും. ഇതേമാതിരി തന്നെ മുന്നോട്ട് പോകട്ടെ. ഇന്നത്തെ നമ്മുടെ ആവശ്യം തന്നെ ഇതാണ്. യുവതലമുറ കൃഷിയെ മനസ്സിലാക്കി അറിഞ്ഞ് വളർന്നാലേ നമുക്കൊരു ഭാവിയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ നടക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി. നന്ദി സാർ.